ഹായ്, ഇന്ന് മലപ്പുറത്തുകാരുടെ ഒരു സ്പെഷ്യൽ കറിയായിട്ടുള്ള മോര് കാച്ചിയതാണ് കേട്ടോ കാണിക്കുന്നത്. നമ്മുടെ കല്യാണ വീടുകളിൽ നിന്നൊക്കെ തലേ ദിവസം ഉണ്ടാവാറില്ലേ, ഇറച്ചി വരട്ടിയതും മോര് കാച്ചിയതൊക്കെ. അപ്പോൾ അതിൻ്റെ റെസിപ്പിയാണ് കേട്ടോ കാണിക്കുന്നത്. വളരെ സിമ്പിളാണ്, ആകെ 2 ഇൻഗ്രീഡിയൻസ് ഇതിലുള്ളൂ കേട്ടോ. അപ്പോൾ അതാ ഞാൻ ആദ്യം കുറച്ച് പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ആ കുതിർത്ത് വെച്ച പുളിയുടെ വെള്ളം ഒരു മൺചട്ടിയിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അതൊന്ന് ചൂടായി വരുമ്പോൾ തന്നെ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് കുറച്ച് നേരം തിളച്ച് വരുന്നവരെ ഒന്ന് അടച്ച് വെച്ച് കൊടുക്കുക കേട്ടോ. ഇനി അതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കാനായിട്ട് ഒരു അരമുറി തേങ്ങയിലേക്ക് 2-3 അല്ലി വെളുത്തുള്ളി, 2-3 അല്ലി ചെറുള്ളി, കുറച്ച് ജീരകവും കൂടെ ചേർത്തിട്ട് ഇതുപോലെ നല്ല ഫൈനായിട്ട് തന്നെ അരച്ചിട്ടെടുക്കുക. എന്നിട്ട് അത് നമ്മൾ ഈ വെള്ളത്തിലേക്ക്, പുളിയുടെ വെള്ളം തിളച്ച് വരുമ്പോൾ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചിട്ടെടുക്കണം. എന്നിട്ട് തിളച്ച് വരുമ്പോഴേ നമ്മളൊരു ബൗളിലേക്ക് ഒരു 2 സ്പൂൺ അരിപ്പൊടിയിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കലക്കിയിട്ടെടുക്കുക. എന്നിട്ട് നമ്മൾ ഈ തിളച്ച് വരുന്ന ഈ കറിയുടെ മിക്സിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. ആ പൊടിയുടെ മിക്സ് എല്ലായിടത്തും എത്താൻ വേണ്ടിയിട്ടാണ്. ഇങ്ങനെ പൊടി കലക്കി പാരുമ്പോൾ നമ്മുടെ കറിക്ക് നല്ല കുറുകൽ കിട്ടും, നന്നായിട്ട് തിക്കായിട്ട് കിട്ടും. ഇത്രയേ ഉള്ളൂ. ഇനി ഈ പൊടിയും കൂടെ ചേർത്ത് ഇതൊന്നും കൂടെ തിളപ്പിച്ചിട്ടെടുക്കുക. നമ്മുടെ കറി റെഡിയായി. ഇതിന് മുകളിലേക്ക് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കണേ. എൻ്റെ കയ്യിലില്ലാത്തത് കൊണ്ടാണ് ഞാൻ ചേർത്ത് കൊടുക്കാത്തത്. അപ്പോൾ ഇത്രേ പണിയുള്ളൂ. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ.